ഈ മഞ്ഞ കവറിൽ എന്താണെന്നല്ലേ, 2 വലിയ അയിലയാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള 2 അയില. അയിലക്ക് വില കൂടുതലായതുകൊണ്ട് 2 വാങ്ങിയുള്ളൂ, അതാണ് സത്യം. പിന്നീട് അത് നല്ലോണം വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ച്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക്, വെറൈറ്റി ആയിട്ടാണ് ഇന്ന് അയിലക്കറി വെക്കാൻ പോണത്. കുരുമുളക് നന്നായി വാഷ് ചെയ്തിട്ട് കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ട് ഇത് കുരുമുളക് നമ്മൾക്ക് അരിച്ചെടുത്തിട്ട് കുരുമുളക് തിളപ്പിച്ച വെള്ളം മാറ്റി വെക്കണം. അരിച്ചെടുത്ത കുരുമുളക് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്ന് ചേർത്തിട്ട് അതിലേക്കും അരയാൻ ആവശ്യമായ വെള്ളം, കുരുമുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ട് ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു 5-6 കഷ്ണം ഉള്ളി നന്നാക്കിയത്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, 2-3 മുളക്, അതായത് നമ്മുടെ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ. എനിക്ക് പ്രത്യേകിച്ച് അളവുകളല്ല, എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചട്ടി സ്റ്റവിൽ വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഇട്ട് കൊടുത്ത് ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചില്ലേ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് ഒരുവിധം മതി ആ പച്ചമണം മാറണത് വരെ. എന്നിട്ട് ഒരു തക്കാളി ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിന് വേണ്ടുന്ന കുറച്ച് ഉപ്പ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വാടട്ടെ. ഇപ്പോൾ ഇത് വെന്ത് ഉടയണമെന്നില്ല, കാരണം ഇനി നമ്മൾ കറി വേവിച്ചൊക്കെ എടുക്കുമ്പോൾ അത് വെന്തോളും. പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യമായ വാളംപുളി കുറച്ച് വെള്ളത്തിൽ, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കറിയിൽ ചട്ടിയിൽ വെച്ചിരിക്കുന്നത് മൂടി വെക്കണം കേട്ടോ, ഒന്ന് പെട്ടെന്ന് ഇതാവാൻ. എന്നിട്ട് നമ്മൾ അരച്ചെടുത്തില്ലേ മിക്സിയിൽ, അത് അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക. ഒന്ന് വാടിക്കഴിയുമ്പോൾ അരപ്പൊഴിക്കുക. പിന്നീട് കുരുമുളകിൻ്റെ ആ വെള്ളം അത് ആ മിക്സിയുടെ ജാറിലിട്ട് അരപ്പൊക്കെ ഒന്ന് ഇതാക്കിക്കൊണ്ട് ഒഴിക്കുക. എനിക്ക് മിക്സിയുടെ ജാർ അങ്ങനെ കഴുകി ഒഴിക്കുന്നത് ഒരു തൃപ്തിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പുളിവെള്ളം എടുത്തില്ലേ, അപ്പോൾ അതിനേക്കാൾ മുമ്പായിട്ട് കുറച്ച് ഉപ്പിടുക കേട്ടോ. ഇപ്പോൾ ഉപ്പ് നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ടായാലും ഇടാം, എന്നാലും ഉപ്പിട്ടിട്ട് പിന്നെ പുളിവെള്ളം ഒഴിക്കുക. പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ സത്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ, നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പുളി ആവശ്യത്തിനുള്ള പുളിയാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ആ പുളിയിൽ നിന്ന് സത്ത് പിഴിഞ്ഞെടുത്ത് കറിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. പിന്നീട് കുറച്ച് കറിവേപ്പില ഉതിർത്ത് തിളക്കുന്ന ആ കറിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. കറിവേപ്പില നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, പിന്നെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് മറിയണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരിത്തിരി നേരം വെയിറ്റ് ചെയ്യാം. പിന്നീട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം നമ്മൾ വെട്ടി വൃത്തിയാക്കി വെച്ച അയില കഷ്ണങ്ങളാണ്. നല്ല വലിയ അയില ആയതുകൊണ്ട് ഒരു അയില എനിക്ക് 4 കട്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറി. അതായത് സാധാരണ അയിലക്കറി വെക്കുന്നത് പോലെ അല്ല, ഒരു വ്യത്യാസം. പിന്നെ ഞാൻ കുടംപുളിയൊക്കെ ഇട്ടാണ് വെക്കുന്നത്, ഇത് വാളംപുളി, അതായത് സാമ്പാറിൽ ഇടുന്ന പുളി അതിട്ടാണ് വെച്ചത്. പിന്നെ ഒരു തക്കാളി. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല കൊതിപ്പിക്കണം മണമാണ് വരുന്നത്. അങ്ങനെ അതെല്ലാം അയില കഷ്ണങ്ങളെല്ലാം ചാറിൽ ഇങ്ങനെ മുക്കി നമുക്ക് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. അയില നന്നായിട്ട് വേകണം.
അതിലേക്ക് മാംസം കൂടുതലുണ്ടല്ലോ, അപ്പോൾ ഇത്തിരി സമയം വേണം വേവിക്കാൻ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് പഴം മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ജ്യൂസ് അടിക്കാമെന്ന് കരുതിയാണ്. അങ്ങനെ ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ അയില നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ല് കേട്ടോ, നല്ല രുചിയാണ്. പിന്നെ 2 അയില വറുത്തു, 2 ചെറുത്. അത് നേരത്തെ ഉണ്ടായിരുന്നതാണ്, ഞാൻ ഉപ്പൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇത് നമ്മുടെ അയിലക്കറി റെഡി. അത് ചോറിലേക്കിട്ട് കുറച്ച് ചാറ് അതിൻ്റെ മീതേക്ക് ഒഴിച്ച്, ഇത് ഒഴിക്കുമ്പോൾ തന്നെ നല്ല കൊതിയാവും കേട്ടോ നമുക്ക്. എന്നിട്ട് ചേട്ടൻ കഴിക്കണേ. അപ്പോൾ ആ എടുത്ത പിടിയിൽ ഒരു മുള്ളുണ്ടായിരുന്നു, അത് മാറ്റിയതാണ് ചേട്ടൻ. ചേട്ടന് മീൻ വറുത്തതും അയിലക്കറിയും കൂട്ടി കഴിക്കണേന് ചേട്ടന് ഭയങ്കര ഇഷ്ടമായി, എൻ്റെ മോനും ഭയങ്കര ഇഷ്ടമായി. 2 പേരും